Hello, hi guys, welcome back to my channel Manglish Moments by Meera. ഇന്ന് ഞാനാണെങ്കിൽ ഒരു DIY പ്രൊജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ബാക്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സ്കവേറ്റ് ചെയ്തെടുത്തതെന്ന് തന്നെ വേണം പറയാനായിട്ട്. നമുക്കൊരു പാറ്റിയോ ഏരിയ ഉണ്ട് ബാക്ക് ഗാർഡനിൽ. അതിങ്ങനെ കോൺക്രീറ്റ് സ്ലാബ്സ് ഇട്ടിരിക്കുന്ന ഒരു പാറ്റിയോ ഏരിയ ആണ്. അപ്പം ഞാൻ അതിനെ ഒന്ന് റീവാമ്പ് ചെയ്ത് ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ഐക്യന്ന് കുറച്ച് എന്താ പറയുക, ഈ ഡെക്കിംഗ് ടൈൽസ്, നമ്മളുടെ ഈ ഡെക്ക് പോലെ ഫീൽ ചെയ്യുന്ന തടിയുടെ ടൈൽസ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ക്ലിക്ക് ആൻഡ് കണക്റ്റ് ആണത്. അപ്പം അതിന്ന് ഇടാനുള്ള പരിപാടിയാണ്. അപ്പം നിങ്ങൾ പോരെ എൻ്റെ കൂടെ. ഇത് ആണെങ്കിൽ നല്ലൊരു ദിവസമാണ്. ചെറിയ വെയിലും വരുന്നുണ്ട്, ശരിക്ക് ക്ലൗഡി ആവുന്നുണ്ട്. ഞാൻ ഇവിടെ നമ്മളുടെ ഒരു പാറ്റിയോ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി പാറ്റിയോ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നല്ല വൃത്തിയാവുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ടൈൽസ് ഇടണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നേ. ഇതാണ് പാറ്റിയോ. അപ്പോൾ ഇതാണ് ഞാൻ അന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എഡിറ്റിങ് ചെയ്യുന്നതിൻ്റെ. ഞാനത് ഫുൾ എഡിറ്റ് ചെയ്ത് അതിൽ നമ്മളുടെ പ്ലം അഗ്രിഗേറ്റ്സ് ഇട്ടിട്ടുണ്ട്. പ്ലമ്മിൻ്റെ സ്ലേറ്റ് ചിപ്പിങ്സ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 20 mm to 30 mm സൈസുള്ള പ്ലം സ്ലേറ്റ് ചിപ്പിങ്സ് ആണ്. ഇപ്പോൾ ഒരു 40 mm ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവും തോന്നുന്നു ലുക്ക്. അപ്പോൾ ഇത് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിതിൻ്റെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് കാണുന്ന വീഡ് ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്യണം, അതുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പാറ്റിയോ. ഈ പാറ്റിയോ ഞാനിപ്പം ജസ്റ്റ് ഇതിനകത്ത് വീടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇട്ടതായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര മഴ ആയതുകൊണ്ട് ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അപ്പം ഞാൻ വീണ്ടും കേട്ട് വന്നിട്ടുണ്ട്. കാരണം വീണ്ടും ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം, എന്നിട്ട് നമ്മളുടെ പാറ്റിയോ ഒന്ന് സെറ്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ ടാസ്ക്. നല്ല ആപ്പിളും പൂത്തു. ഞാൻ ജസ്റ്റ് പാറ്റിയോ ഒന്ന് അടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലിടാൻ വേണ്ടിയിട്ട് പാറ്റിയോ എന്താ പറയുക, ഡെക്കിംഗ് ടൈലോ ഇവരുടെ റണ്ണിങ് ടൈൽസാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഞാനതിൻ്റെ തടിയുടെയാണ് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. എനിക്ക് അറിയില്ല ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്ന്. കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു, പക്ഷെ ഇവിടെ ഒന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഇത് നമ്മൾ കുറച്ച് പെട്ടെന്ന് പോകുന്ന പോലെ ഒരു തോന്നലുണ്ട്. അപ്പോൾ നമ്മളിത് ഒന്നെങ്കിൽ പെയിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, വാർണിഷ് അടിച്ചു കൊടുക്കണം. ഈ ഔട്ട്ഡോർ പ്രൊട്ടക്ഷൻ സംഭവം ഇടണം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കുന്നുണ്ട്. സിറ്റുവേഷനൊക്കെ കണ്ടിട്ട് പ്ലാസ്റ്റിക് വാങ്ങുന്നതായിരുന്നു ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം വച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചിങ്ങനെ കറക്റ്റില്ല. അപ്പോൾ ആ പ്ലാസ്റ്റിക് ബിറ്റൊന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു സെക്ഷനിൽ വെച്ചപ്പോൾ അത് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നുണ്ട്. ഇതിൽ കുറച്ച് എന്താ പറയുക, കുറച്ച് ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുമോ, അല്ലെങ്കിൽ ഈ വെച്ചിരിക്കുന്ന ഒരു സംഭവം അത് കുറച്ച് നീക്കി വെക്കുകയോ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇപ്പം ഞാനിവിടെ ഒരു ടൈല് ആക്ച്വലി ഇത് 4 എണ്ണം എന്ന് പറയുന്നത് ഒരു നമ്മളുടെ ഒരു ഫുൾ ഇങ്ങനത്തെ ഒരു ഫുൾ ടൈൽ ഇടാനുള്ള സ്പേസാണ്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ വലുതാണ് കേട്ടോ ഇത്. ഞാൻ ഓരോന്ന് വെച്ചിട്ട് അവിടെ ഈ പൊങ്ങി നിൽക്കുന്ന സംഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല അല്ലേ. അത് എനിക്ക് അവിടെ സ്നഗ് ഫിറ്റ് ആയിരുന്നില്ല. 60x60 എന്നൊക്കെ പറഞ്ഞാലും, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സൈഡിൽ ഞാൻ വെച്ചിരുന്ന എഡ്ജിങ്ങൊക്കെ ഊരി അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും ഭാഗം ഇതുവരെ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി അപ്പോൾ ഇതാ നമ്മളിവിടെ ഇത്ര ഇട്ടു. രസമുണ്ടല്ലേ കാണാനായിട്ട്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഞാൻ അവിടെ സൈഡിലെ ബോർഡറൊന്ന് ജസ്റ്റ് ഇതൊന്ന് വെച്ച് നോക്കി. അപ്പോൾ അതൊരു ഫിനിഷ് ലുക്ക് കിട്ടുന്നില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നേ ഞാൻ മിക്കവാറും ഈ സൈഡിലത്തെ ആ സംഭവങ്ങൾ എടുത്ത് മാറ്റിയിട്ട് അവിടെയും കൂടെ ഇത് വെക്കാനായിട്ടുള്ള പരിപാടിയാണ്, ഈ കോർണർ. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ പോർഷൻ ഞാൻ കട്ട് ചെയ്യേണ്ടി വരുമായിരിക്കും. അത് വേസ്റ്റായി പോകും. പക്ഷേ നമുക്ക് അതും കൂടെ അങ്ങനെ കോർണർ ചെയ്ത് നോക്കാം അല്ലേ. അപ്പം ഞാൻ വാങ്ങിച്ചത് മൊത്തം ഞാൻ ഇട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറവാണ്. ഞാൻ കുറച്ച് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ
കാൽക്കുലേഷൻ മിസ്റ്റേക്കാണ്. ഞാൻ ഒരു ടൈലിൽ 2 എന്നുള്ള കണക്കിലാണ് വാങ്ങിച്ചത്. ഇങ്ങനത്തെ ഒരു ടൈല് 2 എന്നുള്ള കണക്കിലാണ് വാങ്ങിച്ചത്. പക്ഷെ അതിൽ 4 എണ്ണം വീണമായിരുന്നു. കണക്ക് സ്കൂളിൽ വിട്ടപ്പം പഠിക്കണമായിരുന്നു അല്ലേ കണക്ക് കൂട്ടാൻ. എനിവേ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്കി ടൈൽസ് വാങ്ങണം. ഞാൻ ഈ വെച്ചിട്ട് പോയ അപ്പം തന്നെ വന്ന് എന്താണ് നമ്മുടെ പക്ഷി അപ്പിയിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ, ക്ലീൻ ചെയ്ത്. പക്ഷേ ഞാൻ നടക്കുമ്പോൾ നമ്മൾ ഇട്ടടുത്ത് കയറാത്തടുത്ത് പിന്നെയും ഇപ്പം ഞാൻ ആണെങ്കിൽ അതൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കാരണം ഞാനിതിൻ്റെ ബോർഡർ വെച്ചപ്പോഴേ ഇത് മണ്ണിലോട്ടാകുമ്പോൾ അത് ശരിക്കും ഇതിൻ്റെ എഡ്ജിൽ വരുമ്പോൾ അത് ശരിക്കും ഫിറ്റായിട്ടിരിക്കുന്നില്ല. അപ്പം ഞാനിതിനെ ജസ്റ്റ് ഉള്ളിലേക്ക് നീക്കി ഒരു 30 സെൻറ്റിമീറ്റർ ഉള്ളിലോട്ട് മാറ്റി ഓരോന്ന് സൈഡിൽ നിന്ന് എടുത്തു. അപ്പോൾ എനിക്കിനിയിപ്പം ഒരു 2 പാക്കറ്റും കൂടി ഉണ്ടെങ്കിൽ 2 സെറ്റും കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയ കവറാവും. ബാക്കി മൊത്തം കവർ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്കിനി ഒരു 52, അതായത് 6 സെറ്റും കൂടെ വേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു സമയം നമുക്ക് ഇത്ര ഇട്ടൊന്ന് നോക്കാം ഇതെങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. ഞാനതാ ഇത് ഫുൾ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഞാൻ ഒരു 30 സെൻറ്റിമീറ്റർ വിട്ടു. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്ററിൻ്റെ. പിന്നെ ഈ ഒരു സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോർണർ ബിറ്റ് വാങ്ങിക്കാൻ കിട്ടും. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ സൈഡിലും വെച്ചു. ഇനി ആ ഒരു പോർഷൻ അതുകൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് എന്താണ് ഇതിൻ്റെ ഫിനിഷ്ഡ് ലുക്ക്. പറ്റിയ വാങ്ങിക്കുമ്പോൾ കുട്ടിയെ ഫ്രീ, അങ്ങനെയാണ് കേവോ. അപ്പം എന്താ പറയുക, നമ്മൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞു. നമ്മളുടെ പാറ്റോയെല്ലാം ഇട്ടു. ഞാൻ കാണിച്ചു എങ്ങനെയായിരുന്നു ഫൈനൽ ഉണ്ടായിരുന്നെന്നുള്ളത്. അപ്പോൾ എനിക്ക് എല്ലാം കൂടെ ഇതിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിയത് ഐക്യെന്നാണ്. അതിൻ്റെ എന്താ പറയുക പാറ്റിയോ ടൈൽസും അതിൻ്റെ എഡ്ജ് ചെയ്തത് ഞാൻ ഐക്യെന്നാണ് വാങ്ങിച്ചത്. അതിനൊരു കോർണർ പീസും കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ നോക്കിയായിരുന്നു. അവർക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞു ഞാൻ ചെന്ന സമയത്ത്. അതുകൊണ്ട് അത് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി അതും കൂടി ഇട്ടാലാണ് നമുക്ക് ഒരു പ്രൊഫഷണൽ ലുക്ക് വരുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഒരു പ്രൊഫഷണൽ ലുക്ക് വരും. ആ ലാസ്റ്റ് ഒരു ഫിനിഷിംഗ് ടച്ചാണത്. അപ്പോൾ ഇതെല്ലാം കൂടി എനിക്ക് വാങ്ങിക്കാൻ ഏകദേശം 200 pounds ആണ് ആയത്. ഇത്ര ഒരു ഏരിയയ്ക്ക്. അതിൻ്റെ ഏരിയ പറയുന്നത് അതൊരു 32 സ്ലാബ്സ് ഉണ്ട് 60x60. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഏരിയ. അത്രയും ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത് വാങ്ങാൻ ഏകദേശം ഒരു 200 pounds ആയി. ഇനി ഇത് തടി ആയതുകൊണ്ട് തന്നെ ഇയർലി നമ്മൾ ഇതിനൊന്ന് എന്താ പറയുക വാർണിഷ് ഇട്ട് കൊടുക്കണം. പ്രൊട്ടക്ഷൻ എന്താ പറയുക സ്റ്റെയിൻ ചെയ്യണം. കാരണം ഈ വെള്ളം ഇറങ്ങുമ്പോൾ ഇത് ദ്രവിച്ചു പോകും. അതുപോലെ തന്നെ UV ഡാമേജും ഉണ്ടാവാതിരിക്കാൻ നമ്മളൊരു പ്രൊട്ടക്റ്റീവ് കോട്ട് ടെക്കിംഗ് പ്രൊട്ടക്ഷൻ അത് ഇവരുടെ തന്നെ ഉണ്ട്. അത് ക്ലിയർ കോട്ടാണ്. അത് കളറില്ല. അപ്പോൾ നമുക്ക് ഈ കളർ കാണാൻ പറ്റും. അതല്ലാതെ നമുക്ക് പെയിൻറ്റ് പോലെയും അല്ലാതെ ഒക്കെ കിട്ടുന്നുണ്ട്. നോർമലായിട്ടൊന്ന് വാങ്ങിച്ചാൽ മതിയോ. അതിൽ എനിക്ക് തോന്നുന്നു റോൺസി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ 10 year ലോങ് ആയിട്ടുള്ള ഒരു പെയിൻറ്റ് ഉണ്ട്. അതാണെങ്കിലും ചെയ്താൽ മതി. എന്നിട്ട് നമ്മളിത് വാഷ് ചെയ്ത് പോകുന്നതനുസരിച്ച് ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവരുടെ ക്ലിയർ കോട്ട് നമുക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടുകൊണ്ട് ക്ലിയർ കോട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പം ഇത് മങ്ങുവാണെങ്കിൽ അത് അടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിനാണ്. അപ്പോൾ ഇതെല്ലാം കൂടി എനിക്ക് ഏകദേശം 200 pounds ആണ്. ഇത് നാട്ടിലെ പൈസ പറയുമ്പോൾ 20,000 രൂപയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.